പട്ടിക്കാട് പഞ്ചായത്തിലെ പട്ടിമുക്ക് കവലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. പട്ടിശല്യം മൂലം പൊറുതിമുട്ടിയ പൊതുജനത്തിന് ഭീഷണിയായി വിരാജിക്കുന്ന ശ്വാനപ്പടയെ തുരുതി ഓടിക്കുവാൻ തത്രപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ കഥയുമായി ഞങ്ങൾ പട്ടിമുക്ക് കവലയിൽ. കൂട്ടത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ. ഇതിലെ കഥാപാത്രങ്ങളുടെ കഥാതന്തുവും വെറും സാങ്കല്പികം മാത്രം. ഇതിലെ കഥാപാത്രങ്ങളുമായി ഇവിടെ ആർക്കെങ്കിലും താരതമ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കുഴപ്പമല്ല, തനിയെ വന്ന് സംഭവിച്ചു എന്ന് മാത്രം. അതുപോയി. നിങ്ങൾ തമ്മിൽ അടികൂടുന്നത്? നിങ്ങൾക്ക് തെറ്റു പറ്റിയതാണ്. കളിക്കാൻ പറയാവുന്ന പട്ടി ഓടിച്ചു കളയാൻ പറഞ്ഞതാണ്. ക്ഷമിച്ചേക്കും, അവർക്ക് അതിന് അബദ്ധം പറ്റിയതാണ്. നിങ്ങൾ രാവിലെ എങ്ങോട്ടേക്കാണ്? ഞങ്ങൾ ബന്ധുവീട് വരെ പോകാൻ ഇറങ്ങിയതാ. ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പോകാൻ ഇറങ്ങിയ രാവിലെ മീറ്റിംഗ് ഉണ്ട്. ശല്യം ചെയ്യുന്നു. സാരമില്ല, നമ്മുടെ പോലീസ് പെട്രോൾ അവിടെ അടുത്ത് തന്നെ ഉണ്ട്. അവരെ ഞാൻ അങ്ങോട്ട് അയക്കാം. പോലീസ് വരുന്നോ? അതെ അതെ, ഉടനെ ഞാൻ അയക്കാം. എന്നാൽ അങ്ങനെ ആവട്ടെ. ഓക്കെ. ഈ പട്ടി പ്രശ്നം ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇതിനത് വേണ്ടേ? നമുക്കൊരു പണി പറ്റിച്ചാലോ? കുറെ ഏറുപടക്കം മേടിച്ച് ഇറച്ചിയിൽ പൊതിഞ്ഞ് പട്ടികൾക്ക് ഇട്ടുകൊടുക്കാം. ഇറച്ചി തിന്നുന്ന പട്ടികളല്ല, പടക്കം പൊട്ടി അതിനുള്ള വക ഞാൻ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വക കൊള്ളിച്ചോളാം. മറ്റു പട്ടികളൊന്നും തിന്നാതിരുന്നാൽ മതി. ഒരേക്ക് തീ പിടിക്കുമ്പോ വാഴ വെട്ടല്ലേ എന്റെ പഞ്ചായത്ത് മെമ്പറെ. ഓണാഘോഷത്തിന് വകയിരുത്തിയിരിക്കുന്നത് തന്നെ പടക്കക്കടയിലേക്കാണെന്ന് ഈ പഞ്ചായത്തിൽ മുഴുവൻ പാട്ടാണ്. സൂക്ഷിച്ചോ. ശവത്തെ കുത്തല്ലേ. കുവൈറ്റിലുള്ള മൂത്ത പുത്രൻ അവിടെ പെട്രോളിന് വില കൂട്ടി ശമ്പളം മുഴുവൻ പെട്രോൾ അടിച്ച് തീരുവാണെന്നും പറഞ്ഞ് 10 പൈസ അയക്കുന്നില്ല. എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ. ഓ പിന്നെ കുവൈറ്റിലുള്ളവരെല്ലാം പെട്രോൾ കുടിച്ചല്ലേ ജീവിക്കുന്നത്. നിങ്ങളിങ്ങനെ കീരിയും പാമ്പും പോലെ നിന്ന് പട്ടികളെ തുരുത്തുന്നത് എങ്ങനെയാ? എങ്ങനെയെങ്കിലും കുറച്ച് ചൊരിതനം സംഘടിപ്പിക്കാമോ? അല്ല, അതെന്തിനാ? ഓരോ പട്ടിയെയും പിടിച്ച് അതിന്റെ പൃഷ്ഠഭാഗത്ത് ചൊരിതനം തിരിച്ചു വിടാം. പട്ടിക്ക് ചൊറിച്ചിൽ പൃഷ്ഠഭാഗത്തായതിനാൽ തന്നെത്താൻ ചൊറിയാൻ പറ്റുമോ? ഇല്ല. നല്ല ജീവനും കൊണ്ട് സകല പട്ടികളും നമ്മുടെ പഞ്ചായത്തിൽ നോക്കിക്കോളും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കുടുംബശ്രീയെ ഏൽപ്പിക്കാം. അവരാകുമ്പോൾ കാര്യത്തിനൊരു നീക്കുപോക്കും. അവർക്ക് കൊടുക്കാനുള്ള തുക പഞ്ചായത്തിൽ നിന്ന് വക കൊള്ളിച്ചോളാം. ഇയാളെ കൊണ്ട് തോറ്റു. എല്ലാരും ഒന്ന് കേൾക്ക്. ആദ്യം കിട്ടുന്ന ചൊറിതണം ഇയാൾക്ക് തന്നെ തെച്ചിട്ട് കാര്യം. ഈ പഞ്ചായത്തിലേ കൊടുക്കും. എന്താണെന്ന് വിളിച്ചോ? ഓട്ടപ്രശ്രമോ മറ്റോ ആണോ? പൂജ കഴിഞ്ഞ് വന്ന വഴിക്ക് ഒരു ചായ കുടിക്കാന്ന് കരുതി പപ്പോളയുടെ ചായക്കട കയറി. ഒരു ചായ വേണമെന്ന് പറഞ്ഞതും ചുംബൻ ഒരു ചോദ്യം. എന്തു ചോദ്യം? ചായയുടെ കൂടെ ഒരു കടി തട്ടത് തിരുമേനിന്ന്. നല്ല ജീവനം കൊണ്ട് ഓടി. ഇളങ്കട്ടം
മെമ്പറെ ഓടിച്ചിട്ട് പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും പട്ടികളെ കല്ലെറിഞ്ഞ് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ABC ടെലിവിഷൻ അലവലാട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ക്യാമറാമാൻ മിസ്റ്റർ പാച്ചുവും റിപ്പോർട്ടർ കോവാലനും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾക്ക് അവിടേക്ക് പോകാം. മിസ്റ്റർ കോവാലൻ, കേൾക്കാമോ? അവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? തീർച്ചയായും മിസ്റ്റർ കുഞ്ചു, അതെ, ഞങ്ങളിപ്പോൾ പട്ടിമുക്ക് കവലയിലാണുള്ളത്. ഇവിടെ വളരെയധികം ജനം തടിച്ചുകൂടിയിട്ടുണ്ട്. പട്ടികളെ തുരത്തി ഓടിക്കാൻ പ്രശസ്ത പട്ടിപിടുത്തക്കാരൻ പട്ടിക്കടാരനെ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും ചേർന്ന് പട്ടികളുടെ പൃഷ്ഠഭാഗം ചുരതം തേക്കാൻ ശ്രമിച്ചുവെങ്കിലും നടക്കാതെ വന്നതിനാൽ പഞ്ചായത്ത് മെമ്പറുടെ ദേഹത്ത് നാട്ടുകാർ ചുരതം തേക്കാൻ പോകുന്നു എന്നുകൂടിയുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. പട്ടി മിസ്റ്റർ കോവാലൻ, എന്നോടാണോ? സോറി മിസ്റ്റർ കുഞ്ചു. മിസ്റ്റർ കോവാലൻ, സംസാരിക്കാൻ പഠിക്കൂ കേട്ടോ. ഇപ്പോൾ കിട്ടിയ വാർത്ത, പട്ടിക്കാട് പഞ്ചായത്തിലെ പട്ടിമുക്ക് കവലയിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അറിഞ്ഞ മുഖ്യമന്ത്രി പിണഞ്ഞായി അന്വേഷണ കമ്മീഷനെ അവിടേക്ക് അയക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു എന്ന വാർത്ത കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ കോവാലൻ, അവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും മിസ്റ്റർ കുഞ്ചു, പഞ്ചായത്ത് മെമ്പറുടെ ദേഹത്ത് ചുരതം തേക്കാൻ പോകുന്നു എന്നറിഞ്ഞ പ്രതിപക്ഷം നാളെ പട്ടിക്കാട് പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതുപോലെ പട്ടിപ്രേമികളുടെ സംഘടനയായ PPS പട്ടികൾക്കെതിരായ കുപ്രചാരണത്തിനെതിരായി ശബ്ദമുയർത്തി രംഗത്തെത്തിയിട്ടുണ്ട്. മിസ്റ്റർ കോവാലൻ, എന്താണ് ഈ PPS? പട്ടിപ്രേമി സംഘം എന്നാണ് മിസ്റ്റർ കുഞ്ചു. മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മിസ്റ്റർ കോവാലൻ, എന്തെങ്കിലും സെൻസേഷണൽ ന്യൂസ് തന്നില്ലെങ്കിൽ നമ്മുടെ ചാനൽ പൂട്ടുമെന്ന് അറിയാമല്ലോ. റേഷൻ മേടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. മിസ്റ്റർ കോവാലൻ, ഒന്നും കേൾക്കുന്നില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഒരു ശബ്ദകോലാഹലം? മിസ്റ്റർ കുഞ്ചു, കൂടിയിരുന്ന പട്ടികളുടെ നേരെ ജലപീരങ്കി പ്രയോഗിക്കാൻ ഉത്തരവിട്ട ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പുകഴ്ത്തിക്കൊണ്ട് പട്ടിപ്രേമി സംഘത്തിലെ വനിതാ മെമ്പർമാർ നടത്തുന്ന ജാഥ മാഡം മഞ്ജരി ഹരിദാസിന്റെ നേതൃത്വത്തിൽ ഇതിലേക്ക് കടന്നുപോകുന്നു. ഞങ്ങളുടെ പട്ടികളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ. ഞങ്ങളുടെ പട്ടികളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ. പട്ടിപ്രേമി സംഘം സിന്ദാബാദ്. പട്ടിപ്രേമി സംഘം സിന്ദാബാദ്. പട്ടികളെ പട്ടികളെ ഓടി നടന്ന് കടിച്ചോളൂ. പട്ടികളെ പട്ടികളെ ഓടി നടന്ന് കടിച്ചോളൂ. മാഡം, ഈ ജാഥയുടെ ഉദ്ദേശം എന്താണ്? ഞങ്ങളുടെ ജാഥയുടെ ഉദ്ദേശം പട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ്. അപ്പോൾ പട്ടികളോടാണ് പ്രേമം അല്ലേ? വീട്ടിൽ ഞാൻ ഒറ്റക്കൊള്ളുമ്പോൾ പുറത്ത് കാവലിരിക്കും. നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇല്ല, എനിക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോകണം. പോരെങ്കിൽ മരുന്ന് കമ്പനികൾ എനിക്ക് തരുന്ന കാശിന് അവർക്ക് റിട്ടേണായി എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും. എന്ത് ചെയ്യാം, മനുഷ്യൻ ഒരു വിലയുമില്ലാതായി. പട്ടികളുടെ പൃഷ്ഠഭാഗത്ത് ചുരതം തേക്കുന്നതിനെ പറ്റി മാഡത്തിന്റെ അഭിപ്രായം എന്താണ്? What's this? You don't know? Backside. ഞങ്ങളുടെ പട്ടികളെ വാട്ടർ ഗൺ ഉപയോഗിച്ച് വാഷ് ചെയ്ത് തന്നതിന് I appreciate them so much. Thank you. പട്ടികളെ പട്ടികളെ ഓടി നടന്ന് കടിച്ചോളൂ. പട്ടികളെ പട്ടികളെ ഓടി നടന്ന് മിസ്റ്റർ കോവാലൻ, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? മിസ്റ്റർ കുഞ്ചു, ഇതുവരെ അനിഷ്ട സംഭവം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതിനാൽ നമ്മുടെ ചാനലിൽ ഒരു ക്ലിപ്പിങ്ങും ക്യാമറാമാൻ പാച്ചുവിന് സംഘടിപ്പിക്കാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. പിന്നെ നാളത്തെ ഹർത്താൽ കല്ലേറും പട്ടികളെയും പേടിച്ച് ഞങ്ങൾ ഇവിടെ നിന്നും തിരിക്കുകയാണ്. ഈ വർഷത്തെ ഓണാഘോഷത്തിന് പട്ടിമുക്കിൽ പട്ടികളുടെ കണ്ടുപിടി മത്സരം ഉണ്ടായിരിക്കുന്നതാണ് എന്നുകൂടിയുള്ള വാർത്ത അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ഓണക്കടിയും ഓണത്തന്നെ ആശംസിച്ചുകൊണ്ട് പട്ടിമുക്കിൽ ക്യാമറാമാൻ പാച്ചുവിനോടൊപ്പം കോവാലൻ, ABC അലവലാതി ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. നന്ദി, നമസ്കാരം. ഇതിൽ പങ്കെടുത്തവർ ബാബു വർഗീസ്, ജേക്കബ് ജോൺ, റോബിൻ തോമസ്,
മോനി ബോസ്, ബിനു ജോർജ്, സോണി കൊടുക്കുള, ബിജു തോമസ്, തോമസ് മാത്യു, ആനി ജോർജ്, ഷൈനി കുര്യൻ, ജോജി ജേക്കബ്, സുസ്മിത ബിനു, ബിനു റോബിൻ, സാറ സോണി, ഷാരൂഖ് മേരി കുര്യൻ, ഷാലിൻ മറിയം കുര്യൻ, ബെന്വിൻ സോണി ഇടുക്കള, അമാന ബിനു ജോ. സൗണ്ട് ആൻഡ് റെക്കോർഡിംഗ് നിശാന്തായി. കോർഡിനേഷൻ ജോർജ് ടി ജി. സ്ക്രിപ്റ്റ് തോമസ് കുര്യൻ. സംവിധാനം ചാക്കോ ജോർജ്.